തികച്ചും അപ്രതീക്ഷിതമാണ് നടൻ സുധീർ കരമനയുടെ സ്ഥാനാർത്ഥിത്വം. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. പഠിക്കുന്ന കാലത്ത് SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം പ്രചരണ രംഗത്തും സജീവമായിരുന്നു. ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ, സ്ഥാനാർത്ഥിത്വത്തിന്റെ പശ്ചാത്തലത്തിൽ സുധീർ കരമന സംസാരിക്കുന്നു. ഞങ്ങൾക്കും തികച്ചും അപ്രതീക്ഷിതമായിരുന്നു സ്ഥാനാർത്ഥിത്വം. സാർ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ സ്ഥാനാർത്ഥിയാവാൻ ആവശ്യപ്പെട്ട് സമീപിച്ചപ്പോൾ ആദ്യം എന്താണ് തോന്നിയത്? മനസ്സിലേക്ക് എന്താണ് വന്നത്? സത്യത്തിൽ എൻ്റെ അടുത്ത് സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമീപിച്ചപ്പോൾ വളരെയധികം ആലോചിക്കേണ്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം വേറൊന്നും കൊണ്ടല്ല, വളരെ തിരക്കേറിയ സിനിമാ ജീവിതവുമായി ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മണ്ഡലമാണ്, ഏറ്റവും പ്രാധാന്യമുള്ള മണ്ഡലമാണ്. പല കാര്യങ്ങളും മനസ്സിലൂടെ പോയതിന് ശേഷമാണ് അവസാനം വീട്ടുകാരും എല്ലാവരുമായി അനുവാദം എടുത്തതിന് ശേഷമാണ് ഞാനത് സമ്മതിച്ചത്. വളരെ കൊച്ചിലെ മുതൽ രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ SFI എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനവുമായി 1987-88 തുടങ്ങിയ പ്രവർത്തനമാണ്. യൂണിവേഴ്സിറ്റി കോളേജായിരുന്നു എൻ്റെ കലാലയ ജീവിതമാണ്. ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ ഇന്നിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി കേരളത്തിലെ 140 നിയോജക മണ്ഡലം ഉള്ളതിൽ ഒരു മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷമാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം നാട്ടുകാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ, നാട്ടുകാരോടൊപ്പം നിന്ന് ക്ഷേമ പ്രവർത്തനത്തിന് കൂടെ നിൽക്കുവാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ്. ഇതിനു മുമ്പേ ഞാൻ അധ്യാപകനായിരുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കൽ ആരംഭിച്ചാൽ പിന്നെ ഒരിക്കലും മാറാത്ത ഒരു പ്രവർത്തനമാണ് അധ്യാപനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അഭിനയം എന്ന് പറയുന്നത്. ഇത്രയും കാലമേ അഭിനയിക്കൂ, അത് കഴിഞ്ഞ് അഭിനയിക്കില്ല എന്ന് പറയുന്ന ഒരു ടൈം ബൗണ്ടോ ഒന്നും വയ്ക്കാൻ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെയാണ് അധ്യാപനം എന്ന് പറഞ്ഞാൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തിട്ടുണ്ട്. വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്താലും ഇന്നും 5 കുട്ടികളെ കിട്ടിയാലും ഒരു കുട്ടിയെ കിട്ടിയാലും അധ്യാപകനാകാൻ എളുപ്പമാണ്. നമുക്കത് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രൊഫഷനുമാണ്. അതെല്ലാം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ സാമൂഹികമായി പ്രവർത്തിക്കുക, സാംസ്കാരികപരമായി പ്രവർത്തിക്കുക, നാട്ടുകാരോടൊപ്പം അവരുടെ ക്ഷേമ പ്രവർത്തനത്തിന് കൂടെ നിൽക്കാൻ കഴിയുന്നത് തന്നെയാണ് കലാപ്രവർത്തനവും അധ്യാപന പ്രവർത്തനവും. അതിന് കുറച്ചുകൂടെ ഒരു ഓപ്പണായിട്ട് പ്രവർത്തിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്ര സേവനം, നാട്ടുകാർക്ക് വേണ്ടിയുള്ള സേവനം, ആ സേവനത്തിന് വേണ്ടി സന്നദ്ധമായി ഇറങ്ങാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഏറ്റവും വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് കേട്ടപ്പോൾ ആദ്യമൊന്ന് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നുവെങ്കിലും വളരെ വലിയൊരു കാര്യമായി തന്നെയാണ് അതിനെ കാണുന്നത്. ഒരിക്കൽ ഒരു കാര്യം 100% മനസ്സോടെ ഉൾക്കൊണ്ട് നമ്മൾ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയാൽ വളരെ സത്യസന്ധമായി പിന്നെ മുന്നോട്ട് നീങ്ങണം എന്നുള്ള ഒരു മനോഭാവമാണ് എനിക്കുള്ളത്. സജീവമാണിപ്പോൾ. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ്. തിരുവനന്തപുരം ജില്ലയിൽ പഠിച്ചു. തിരുവനന്തപുരത്ത് ജോലി ചെയ്ത ആളാണ്. തിരുവനന്തപുരത്തിന്റെ സ്പന്ദനങ്ങൾ നന്നായി അറിയാവുന്ന ആളാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരം മണ്ഡലം ഇപ്പോൾ LDFന്റെ സീറ്റ് കൂടിയാണ്. അപ്പോൾ ഈ ഇലക്ഷന് ഈ സമ്മതിദായകരോട്, വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? സത്യത്തിൽ നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഏറ്റവും സാക്ഷരതയുള്ള, വളരെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു ജനസമൂഹമാണ് നമ്മുടെ കേരള എന്ന് പറയുന്ന സംസ്ഥാനത്തെ ജനസമൂഹം. വളരെ നല്ലൊരു ജനസമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജനങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമായ നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 8 മാസത്തിൽ കൂടുതൽ നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമായ നമ്മളുടെ സംസ്ഥാനത്ത്, അതായത് ഇതെല്ലാം ആപ്ലിക്കബിൾ ആവുന്ന ഞാനിപ്പോൾ മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിലും ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തെ തീരദേശ പ്രദേശം എന്ന് പറയുന്ന ആ പ്രദേശവും ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്തെ മധ്യ നഗരപ്രദേശവും
ഏറ്റവും പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളും അതുപോലെ തന്നെ തീരദേശ പ്രദേശങ്ങളും അടങ്ങുന്ന ഒരു പ്രദേശം, ഒരു മണ്ഡലം. അതിനെക്കുറിച്ച് ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച ഒരാളാണ്, തിരുവനന്തപുരത്ത് വളർന്ന ഒരാളാണ്, തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്, തിരുവനന്തപുരം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. എല്ലാം അറിയാവുന്ന തിരുവനന്തപുരത്തെക്കുറിച്ച് അഹങ്കാരത്തോടെയെങ്കിലും നമുക്ക് പറയാൻ പറ്റും, എനിക്കറിയാം എന്ന് പറയാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചോളം തിരുവനന്തപുരത്തെ നാട്ടുകാർ എന്ന് പറയുന്നത് എനിക്ക് അന്യരല്ല, അവർക്ക് ഞാനും ഒരു അന്യനല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇന്നലെ ഏതാണ്ട് ഈ സമയം ആണ് ശരിക്കും എൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ അംഗീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപനം വന്നത്. അത്തരത്തിൽ പ്രഖ്യാപനം വന്ന AKG സെൻറ്ററിലും MN സ്മാരക മന്ദിരത്തിലും എല്ലാം പോയി. അതിനുശേഷം എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിക്കോ 5:30 മണിയോ ശേഷമാണ്. 24 മണിക്കൂർ ഇതുവരെയും ആയിട്ടില്ല. 24 മണിക്കൂർ ആവുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നും വിലയിരുത്താനുള്ള ഒരു അവസരമായി ഞാനിതിനെ കാണുന്നില്ല. ഇന്ന് ഞാനിപ്പോൾ കാണുന്നത്, ഈ നിമിഷം ഞാൻ കാണുന്നത്, ഞാൻ എന്താണ് എന്നുള്ളത് ഞാൻ മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയിലും ജനങ്ങളുടെയിലും ഞാൻ എത്തുക, മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണങ്ങളുടെയോ ഒരു വ്യത്യാസവും കൂടാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും വളരെ സത്യസന്ധതയോടെ പ്രവർത്തിക്കാനുള്ള ഒരു സമയവും അവസരവും എനിക്ക് കിട്ടിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്തെ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം. സാറ് പറഞ്ഞല്ലോ, ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ വളരെ ഒരു സങ്കടാവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സ്ഥാനാർത്ഥിയുടെ നിർണയം ജാതി മത സമവാക്യങ്ങളനുസരിച്ചാണ്. സമുദായ സന്തുലനം നോക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങളാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത്. ജാതി മതത്തെയും സ്ഥാനാർത്ഥികളാകാനുള്ള ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇടതുപക്ഷത്തിന് അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം അങ്ങനെയൊന്നും അല്ല. എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ സാർ ശ്രദ്ധിച്ചിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ ഒരു ചിന്ത? ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ എൻ്റെ കലാലയ ജീവിതത്തിലേക്ക് കയറുമ്പോഴാണ് ഞാൻ എവിടെ നിൽക്കണം എന്ന വളരെ ശക്തമായി ആലോചിച്ചതിന് ശേഷമാണ് ഇടതുപക്ഷത്തോടൊപ്പം സഹയാത്രികനായി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ മറ്റു ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ പേരിൽ മനുഷ്യത്വത്തിനും വില കൽപ്പിക്കുന്നതിനപ്പുറം അതിനപ്പുറം മറ്റെന്തോന്നോ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കാണുന്നില്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തോട് അടുത്ത് ഇടപഴകുവാനുള്ള ഒരു അവസരം തോന്നിയത് തന്നെ. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തന മേഖലയും അല്ലെങ്കിൽ സർക്കാരും പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷത്തോടെ അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും തോന്നുന്ന കാരണത്തിൽ ഒന്ന്, യാതൊരു കമ്മ്യൂണൽ റൈറ്റ്സും കമ്മ്യൂണലായ ഒരു ലഹളയും ഒരു വിധത്തിലും ഉണ്ടാകാതെ അതിനെല്ലാവരും സഹകരിച്ചിട്ടുണ്ടാവും. സഹകരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? സർക്കാർ അവരെ എല്ലാവരും ഒന്നിച്ച് നടത്തുവാനുള്ള മനോഭാവമുള്ളതുകൊണ്ട്, അല്ലാതെ വേറൊറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം സർക്കാരിൽ നിന്നും ഉണ്ടായതുകൊണ്ട് അതൊരു വലിയ കാര്യമല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്നതും അത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യം, അത് സ്വാഭാവികമായി എല്ലാ മതത്തിനും എല്ലാ ജാതിക്കും തുല്യമായ രീതിയിൽ ആവശ്യപ്പെടുന്ന രീതിയിൽ അവകാശപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത അളവിൽ മാറ്റി നിർത്താതെ കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥ വേണമെന്ന് പറയുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. ഞാൻ അങ്ങനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. എല്ലാവർക്കും അവകാശങ്ങളില്ലേ? അവർക്കും അവകാശങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് വളരെ വ്യക്തമായി പറയുന്നുമുണ്ടല്ലോ. അപ്പോൾ ഒരു ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യയിൽ. അതുകൂടാതെ വരുന്ന ഏറ്റവും പ്രധാനമായി പറഞ്ഞ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് നേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും തുല്യമായി കാണുവാനും ജാതി വ്യവസ്ഥകൾ ഉള്ളപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടാകാതെ അവരെ മേലിലേക്ക് കൊണ്ടുവരുവാനും എല്ലാം നമ്മളെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്താലോ അതിനൊരിക്കലും ഞാൻ വിമർശിക്കില്ല. അത് വളരെ വേണ്ടതാണ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. മറ്റു പാർട്ടികളെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ എല്ലാ പാർട്ടികളും ഇത്തരത്തിലുള്ള ഒരു
മനോഭാവത്തോടെ ഉള്ള ഒരു നിർണയം, സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് നോക്കാം. ഇല്ല, അത് നടത്താറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയും, അതൊക്കെ വ്യക്തമായിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പല പ്രദേശങ്ങളിലും എനിക്കത് തോന്നിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു ചോദ്യം താൻ്റെ അച്ഛനെ കുറിച്ച് പറയാതെ നമുക്കിത് പൂർണ്ണമാക്കാൻ പറ്റില്ല. ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് മകൻ ഇടത് സഹയാത്രികനായപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു? ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് സ്ഥാനാർത്ഥി ആയപ്പോൾ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ അച്ഛന്റെ പ്രതികരണം എന്തായിരുന്നു? ആ ചോദ്യം തന്നെ വളരെ രസകരമായി എനിക്ക് തോന്നുന്നു. ഒരു കോൺഗ്രസ് സഹയാർത്ഥികനായിരുന്ന അച്ഛൻ്റെ മകൻ ഏതെങ്കിലും എവിടെയെങ്കിലും അച്ഛനൊരു കോൺഗ്രസ് സഹയാത്രികനായി കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ അച്ഛൻ വളരെ ശക്തമായി വീട്ടിൽ ഇപ്പോഴും ഇരിക്കുന്ന ദാസ് ക്യാപിറ്റലിൻ്റെ വോളിയം എനിക്കറിയാം. അച്ഛൻ്റെ ചിന്താഗതി ഏത് രീതിയിലാണെന്നറിയാം. എതിർക്കേണ്ടതിന് എതിർക്കാൻ ഒരു മടിയുമില്ലാതെ എതിർക്കുന്ന, പുരോഗമനമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അച്ഛനുണ്ട്. ഇറ്റായി എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വ നിലയിൽ അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരു കോൺഗ്രസ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സംഘടനയാണോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാം. അതുകൊണ്ട് അച്ഛൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ചെറുപ്പം മുതലേ വിമർശനപരമായി രാഷ്ട്രീയത്തെ കാണുന്ന ഒരാളായിരുന്നു അച്ഛനും. അച്ഛൻ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഏത് പ്രസ്ഥാനവും തെറ്റിലേക്ക് പോകുമ്പോൾ അത് പറയാൻ വീട്ടിൽ സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അച്ഛൻ ചിന്തിച്ചിരുന്നത് ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛൻ എന്നെ ഒരിക്കലും ഞാൻ വർക്ക് ചെയ്യുന്നത് SFI ആണെന്ന് പറഞ്ഞതിൽ എന്നെ പിന്തിരിപ്പിച്ചിട്ടില്ല. അച്ഛൻ SF ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SFIയിൽ അച്ഛനും പഠിച്ചത് കലാലയം യൂണിവേഴ്സിറ്റി കോളേജ് തന്നെയാണ്. അതുകൊണ്ട് അച്ഛൻ ഒരിക്കലും അതിൽ നിന്നും നമ്മളാരെയും പിന്തിരിപ്പിച്ചില്ല. അച്ഛനുള്ള ഒരു ക്വാളിറ്റി ഞാൻ വളരെയധികം സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആണെങ്കിലും മറ്റുള്ളവരാരും എൻ്റെ ശത്രുക്കളല്ല. ഞാൻ ആരെയും ശത്രുവായിട്ട് കാണേണ്ട കാര്യമില്ല. അവരാരും എൻ്റെ ശത്രുവായിട്ട് ഞാൻ കാണേണ്ട ഒരു പ്രവർത്തന മേഖലയിലേക്കല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് എനിക്ക് തടസ്സമുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പ്രവർത്തന മേഖല. ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ വാക്കുകൾക്ക് ഞാൻ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ വരുമ്പോഴേ എൻ്റെ ശത്രുവാവുള്ളൂ. അങ്ങനെയുള്ള പ്രവർത്തനം ഞാൻ ഇതുവരെ ചെയ്യുമ്പോൾ എനിക്കെതിരെ വന്നിട്ടില്ലല്ലോ, അങ്ങനെയുള്ള അവസരം കിട്ടിയിട്ടില്ലല്ലോ. അപ്പം എനിക്കിപ്പോൾ ശത്രുക്കൾ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. താങ്ക് യു.